റിയാദിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായി തുക സമാഹരിക്കാനുള്ള ആഹ്വാനം ഏറ്റെടുത്ത് ആഗോള മലയാളി സമൂഹം ഇന്ന് വൈകിട്ട് വരെ 16 കോടിയോളം രൂപ സമാഹരിച്ചു. പണം കണ്ടെത്താനായി റിയാദിലെ വിവിധ സംഘടനകൾ നടത്തിയ ബിരിയാണി ചലഞ്ചിൽ 20,000-ഓളം പാക്കറ്റ് ബിരിയാണി വിതരണം ചെയ്തു. അബ്ദുറഹീം നിയമസഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഫണ്ട് സമാഹരണത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെങ്കിലും 5 ദിവസത്തിനകം 17 കോടിയോളം രൂപ കൂടി സമാഹരിക്കുക എന്ന കനത്ത വെല്ലുവിളിയാണ് സമിതിക്ക് മുന്നിലുള്ളത്. ഈ മാസം 16-ന് മുമ്പായി 1.5 കോടി സൗദി റിയാൽ, അതായത് ഏകദേശം 33 കോടിയോളം രൂപ കൊല്ലപ്പെട്ട സൗദി ബാലൻ്റെ കുടുംബത്തിന് ദിയാധനമായി നൽകണം. എങ്കിൽ മാത്രമേ റഹീമിൻ്റെ മോചനം സാധ്യമാക്കുകയുള്ളൂ. പണം കൈമാറുന്നതിനുള്ള കാലാവധി നീട്ടിക്കിട്ടാനുള്ള സാധ്യത തേടി നിയമസഹായ സമിതി പ്രവർത്തകർ റിയാദിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട സാധ്യമായ എല്ലാ പിന്തുണകളും നൽകാമെന്ന് ഇന്ത്യൻ എംബസി ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും വിഷയത്തിൽ തങ്ങൾക്ക് ഇടപെടുന്നതിനുള്ള പരിമിതികളും എംബസി അധികൃതർ സഹായ സമിതി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം റഹീമിൻ്റെ മോചനത്തിന് ആവശ്യമായ തുക സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് നടത്തിയ ബിരിയാണി ചാലഞ്ചിൽ റിയാദിലെ ഒട്ടുമിക്ക സംഘടനകളും കൈകോർത്തു. 20,000-ഓളം പാക്കറ്റ് ബിരിയാണിയാണ് ഇന്ന് റിയാദിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്തത്. റിയാദ് പ്രവിശ്യയുടെ 300 കിലോമീറ്റർ ചുറ്റളവിൽ 150-ഓളം വാഹനങ്ങളുടെ സഹായത്തോടെയാണ് വിതരണം നടത്തിയത്. റിയാദിലെ ഡ്രൈവേഴ്സ് കൂട്ടായ്മ ഉൾപ്പെടെ നിരവധി സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകരാണ് ഇതിനായി ഈദുൽ ഫിത്തർ ദിനത്തിൽ മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച് പ്രവർത്തിച്ചത്. 19 വർഷം മുമ്പ് ജോലി ചെയ്യുന്ന വീട്ടിലെ ബാലൻ അബദ്ധത്തിൽ മരണമടഞ്ഞ കേസിലാണ് കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. 33 കോടിയോളം രൂപ ദിയാധനമായി നൽകിയാൽ കൊല്ലപ്പെട്ട ബാലൻ്റെ കുടുംബം മാപ്പ് നൽകാമെന്ന് സമ്മതിച്ചതിനെ തുടർന്നാണ് ഫണ്ട് സമാഹരണത്തിനായി നാട്ടിലും സൗദിയിലുമുള്ള സംഘടനകളുടെയും വ്യക്തികളുടെയും നേതൃത്വത്തിൽ നിയമസഹായ സമിതി രൂപീകരിച്ചത്. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.